കാസർഗോഡ് അനന്തപുരത്ത് ഫ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. മാർക്ക്വുഡ് ഫാക്ടറിയിലായിരുന്നു സംഭവം. വിവരമറിഞ്ഞ കാസർഗോഡ്, ഉപ്പള, കുറ്റിക്കോൽ തുടങ്ങിയ സ്ഥലത്തു നിന്നുൾപ്പെടെ 10 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് വിവരം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ സംശയം രേഖപ്പെടുത്തി കോൺഗ്രസ് നേതാവ് രാജു പി നായർ. വ്യക്തിപരമായ സംശയമാണ് എന്ന് വ്യക്തമാക്കി ഫേസ്ബുക്കിലൂടെയാണ് രാജു പി നായർ പ്രതികരിച്ചിരിക്കുന്നത്. ദുരൂഹമാണ്, എന്റെ സംശയമാണ്. ഒരു റെയ്ഡ് നടക്കുമ്പോൾ ആദ്യം തന്നെ ഫോൺ മുതൽ എല്ലാം പിടിച്ചെടുക്കും. റെയ്ഡിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പിസ്റ്റൾ എന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, ഒരു റെയ്ഡ് അതിജീവിക്കാൻ കഴിയാത്ത ദുർബലനായിരുന്നു അദ്ദേഹം എന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്നാണ് രാജു പി നായർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. അതിജീവതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതി ദീപ ജോസഫിന്റെ ഹർജിയിലാണ് തടസ്സ ഹർജി നൽകിയത്. അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രനാണ് അതിജീവതയുടെ തടസ്സ ഹർജി ഫയൽ ചെയ്തത്. അതേസമയം ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കണമെന്ന പരാതി നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി തിങ്കളാഴ്ച പരിഗണിക്കും. രാഹുലിനെതിരെ DK മുരളി MLA നൽകിയ പരാതി സ്പീക്കർ AN ഷംസീർ എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. മുഖ്യമന്ത്രിക്കും CPM-നും മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി രംഗത്ത്. ലാവ്ലിൻ കേസ് തലയ്ക്ക് മുകളിലുണ്ടെന്ന കാര്യം പിണറായി വിജയൻ മറക്കരുതെന്നും ഷാജി KMCC കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ED തന്നെയും കുടുംബത്തെയും അതിനീചമായി ഉപദ്രവിച്ചു. ഒരു തെറ്റുപോലും ചെയ്യാതെ തന്നെയും ഭാര്യയെയും ED ബുദ്ധിമുട്ടിച്ചു. ചോദ്യം ചെയ്യാനെന്ന പേരിൽ ഭാര്യയെ കൊണ്ടുപോയ ഉദ്യോഗസ്ഥർ രാത്രി 7 മണിവരെ ബുദ്ധിമുട്ടിച്ചെന്നും ഷാജി പറഞ്ഞു. കുതിച്ചു കയറിയതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. തുടർച്ചയായ 2ാം ദിവസമാണ് സ്വർണ്ണവില കുറയുന്നത്. ഗ്രാമിന് 790 രൂപ കുറഞ്ഞു. സ്വർണ്ണവില പവന് 6320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയിലെത്തി. 14,720 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. നിക്ഷേപകർ ലാഭം എടുക്കുന്നതിനെ തുടർന്ന് രാജ്യാന്തര വില താഴ്ന്നതും ഡോളർ കരുത്താർജിച്ചതുമാണ് ഇടിവിന് കാരണം. വൻ കുതിപ്പിനൊടുവിൽ 2 ദിവസമായി കനത്ത ഇടിവാണ് സ്വർണ്ണവിലയിലുണ്ടായത്. ആഗോള വിപണിയിലെ വിലക്കുറവ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചതാണ് വില കുറയാൻ കാരണം. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയാത്തതിനെ തുടർന്ന് ഡോളർ കരുത്താർജിച്ചതും സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുറയാൻ കാരണമായി.